ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ്. നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളിലുമുണ്ട് ഭിന്നശേഷിക്കാർ. എല്ലാ മേഖലയിലും അവർ പരിമിതികളെ മറികടന്നുകൊണ്ട് എത്തുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണം? വളരെ നന്നായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. എല്ലാ വീടുകളിലും ഏകദേശം കയറി ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇലക്ട്രിക് ചെയറിലാണ് എല്ലാ വീടുകളിലും പോകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കാലാവസ്ഥ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് നനയാൻ പറ്റില്ല, ഇലക്ട്രിക് ചെയർ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് സാധാ വീൽ ചെയറിൽ സ്ഥാനാർത്ഥിത്വമൊക്കെ ആകുമ്പോഴേ സ്വാഭാവികമായിട്ടും വാർഡ് മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുനിസിപ്പൽ മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കേണ്ടേക്ക് വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് സ്ഥാനാർത്ഥിയായത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്രയും സ്ഥലങ്ങളിൽ നമ്മൾ പോകും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളെ പ്രവർത്തകരുണ്ടല്ലോ, എന്നെക്കൊണ്ട് പോകാൻ പറ്റാത്തിടത്ത് അവർ പോയി ചെയ്തോളും. അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. എല്ലാ മേഖലകളിലും ഭിന്നശേഷിക്കാർ അവരുടെ കഴിവുകളൊക്കെ തെളിയിക്കുന്നുണ്ട്. അപ്പം ഭരണരംഗത്തും വരണം എന്നുള്ള ആഗ്രഹമാണ് എന്നെ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയാക്കിയത്. 10 വയസ്സുള്ളപ്പോൾ പോളിയോ വന്നിട്ട് തളർന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നാൾ വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് തുല്യത എഴുതി പാസ്സായി, +2 പാസ്സായി. അങ്ങനെ വിദ്യാഭ്യാസം അതെൻ്റെ ഒരു വലിയ മോഹമായിരുന്നു, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക എന്നുള്ളത്. എനിക്ക് +2 വരെ പഠിക്കാൻ പറ്റി. പിന്നെ തയ്യൽ പണി വീട്ടിലിരുന്ന് തന്നെ പഠിച്ചു. ഇവിടെ മണാശ്ശേരി അങ്ങാടിയിൽ ഒരു ഷോപ്പ് ഇടാൻ പറ്റി. അവിടെ എന്നെപ്പോലെ എന്ന് വെച്ചാൽ എന്നെക്കാളും നന്നായിട്ട് നടക്കുന്ന കുഴപ്പമൊന്നുമില്ലാത്ത 4-5 സ്ത്രീകൾക്ക് ചെറുതെങ്കിലും ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റി. അതൊക്കെ എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഇതൊരു പരിമിതിയല്ല, കാണുന്നവർക്കാണ് നമ്മളോട് സഹതാപം. ശരിക്കും സഹതാപമല്ല, സഹകരണമാണ് വേണ്ടത്. ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണല്ലോ, അപ്പം സഹകരണമാണ് വേണ്ടത്. ഇത്തവണ ഈ വാർഡിൽ ഞാൻ നോക്കുമ്പോൾ ഈ അവിടെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള പ്രയാസം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ബൂത്ത് ഒരു അംഗനവാടിയാണ്. പക്ഷെ അവിടെ കഴിഞ്ഞ തവണ ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പം ഇവരെല്ലാവരും എന്നെ എടുത്തുകൊണ്ടാണ് പോയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ഇടുങ്ങിയ വഴിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിലെ വീൽ ചെയർ ഒന്നും പോവില്ല, പിന്നെ സ്റ്റെപ്പാണ്. 10 വയസ്സുള്ള പോളിയോ ബാധിച്ച് കാലുകൾ തളർന്നു പോയെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ റീജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മനസ്സുകൊണ്ട് തളർന്നിട്ടില്ല എന്നുള്ളതാണ്. മുക്കം മുനിസിപ്പാലിറ്റിയിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. ക്യാമറമാൻ വിനീഷ് ഒളമണയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.